അമേരിക്കയിൽ ഇന്ന് നോ കിങ്സ് ഡേ ആണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് അമേരിക്കയിൽ ട്രംപിനെതിരെ രാജാവില്ല എന്ന മുദ്രാവാക്യമുയർത്തി പ്രതിഷേധിക്കുന്നു. അതും അമേരിക്കയിലെ 2500 നഗരങ്ങളിൽ. ചെറിയ ചെറിയ അങ്ങാടികൾ മുതൽ വലിയ വലിയ സിറ്റികൾ വരെ അമേരിക്കയിലെങ്ങും ട്രംപ് ഭരണകൂടത്തിനെതിരെ നോ കിങ് പ്രതിഷേധ റാലി നടക്കുന്നു. കഴിഞ്ഞ ജൂണിൽ വലിയ ജനക്കൂട്ടം ഇളകി മറിഞ്ഞ അതേ മുദ്രാവാക്യം നോ കിങ്, ഇവിടെ രാജാവില്ല എന്ന മുദ്രാവാക്യം, അത് വീണ്ടും അമേരിക്ക മുഴുവൻ മുഴങ്ങിക്കേൾക്കുകയാണ്. എല്ലാവരും പറയുന്നത് ഒരു സിമ്പിൾ മെസ്സേജ് മാത്രമാണ്: ഡൊണാൾഡ് ട്രംപ് രാജാവല്ല. ഈ രാജ്യത്ത് സ്വച്ഛാധിപത്യം വർദ്ധിച്ചു വരുന്നുവെന്ന് അമേരിക്കക്കാർ ഉറക്കെ പറയുകയാണ്. വിവിധ അമേരിക്കൻ നഗരങ്ങളിൽ ഇപ്പോൾ പട്ടാളക്കാരുടെ സാന്നിധ്യമുണ്ട്. അതൊന്നും അവിടെയുള്ള പ്രാദേശിക നേതാക്കൾക്ക് അത്ര പിടിച്ചിട്ടില്ല. പ്രതിഷേധമെന്നോണം അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ, ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ ജൂണിൽ നടന്ന നോ കിങ് പ്രൊട്ടസ്റ്റ് ഡേ, അതിൽ ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ പങ്കെടുത്തിരുന്നു. ട്രംപ് അന്ന് അതേസമയം വാഷിങ്ടണിൽ ഒരു മിലിറ്ററി പരേഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവിടെ പ്രക്ഷോഭം നടന്നത്. അമേരിക്കക്കൊരു രാജാവിനെ വേണ്ടെന്ന് ആ പ്രതിഷേധത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. NoKings.org എന്ന വെബ്സൈറ്റിൽ പ്രതിഷേധത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ തത്സമയം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിലെ വിവിധ നഗരങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രതിഷേധിക്കേണ്ടവർ തങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഏറ്റവും അടുത്ത അങ്ങാടിയിൽ സ്വന്തം ജനങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുന്ന വലിയ വലിയ നഗര കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്ത് സമരം ചെയ്യേണ്ട രീതി ഒഴിവാക്കുന്ന പുതിയൊരു സമരരീതി, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം അമേരിക്കയിൽ ഉടലെടുക്കുകയാണ് അത്രേ. അമേരിക്കയുടെ ഓരോ കോണുകളിലും ട്രംപിനെതിരെ അതൃപ്തി പുകയുകയാണ് എന്ന് ഈ സമരം കാണിക്കുകയാണ്. ഓരോ ലൊക്കേഷനുകളും, അവിടെ സമരം നടക്കുന്ന പ്രാദേശിക സമയങ്ങളും എല്ലാം കാണിക്കുന്ന മാപ്പ് അടക്കം പ്രതിഷേധക്കാരുടെ ഈ NoKing.org എന്ന വെബ്സൈറ്റിലുണ്ട്. പ്രതിഷേധക്കാരോടെല്ലാം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനും കാരണങ്ങളുണ്ട്. ഒന്ന്, ഏകീകൃതമായ ഒരു ദൃശ്യത സമരത്തിന് ലഭിക്കണമെന്നത് തന്നെ. അതോടൊപ്പം തന്നെ ഉക്രൈൻ, ഹോങ്കോങ്, സൗത്ത് കൊറിയ ഇങ്ങനെ തുടങ്ങിയ ചില രാജ്യങ്ങളിൽ, ആ നാടുകളിൽ നടക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനങ്ങളോട് അനുകൂലിച്ചുകൊണ്ട്, ഐക്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു വേഷം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അമേരിക്കയുടെ അധികാരം ജനങ്ങളിലാണ്, രാജാവിലല്ല എന്ന മുന്നറിയിപ്പാണ് ഈ സമരം നൽകുന്നത്. ഒരു രാജാവിൻ്റെ മട്ടും ഭാവവും ട്രംപിനുണ്ട് എന്ന് തന്നെയാണ് അമേരിക്കക്കാർ പറഞ്ഞു വെക്കുന്നത്. പ്രക്ഷോഭത്തിൻ്റെ നടത്തിപ്പിനായി 200-ലധികം സംഘടനകളാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ഇടത് ചായ്വുള്ള സംഘടനകളാണ് കൂടുതലും. പ്രസിഡൻസ് ആർ നോട്ട് കിങ്സ് എന്നെഴുതിയ പ്ലക്കാർഡുകൾ, ട്രംപിൻ്റെ കാരിക്കേച്ചറുകൾ, ഭരണഘടനാ ഫ്ലാഗുകൾ ഇതെല്ലാം ഉയർത്തിപ്പിടിച്ച് യുവാക്കളും വനിതകളും ട്രേഡ് യൂണിയനുകളും എല്ലാവരും നേതൃത്വം നൽകിയാണ് ഈ നോ കിങ് റാലികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിലെല്ലാം നോ കിങ് എന്ന ഹാഷ്ടാഗ് വൈറലായിക്കൊണ്ടിരിക്കുന്നു. നോ കിങ് റാലിക്ക് ആവശ്യമായ ലക്ഷക്കണക്കിന് ഡോളറുകൾ വിലമതിക്കുന്ന ചെലവ്, ഇതിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം ക്രൗഡ് ഫണ്ടിംഗ് വഴി ശേഖരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിലെ ഈ നോ കിങ്സ് ഡേയുടെ പിന്നാലെ മറ്റൊരു കാര്യം കൂടി ചർച്ചയാവുകയാണ്: 3.5% റൂൾ. അതായത് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ എറിക്ക ഷിനോവെ, മെരിയ സ്റ്റീഫൻ എന്നിവർ ചേർന്ന് നടത്തിയ ഒരു പഠനത്തിൻ്റെ ഭാഗമായി ഉടലെടുത്തൊരു തിയറിയാണിത്. ഇവർ 1900 മുതൽ 2006 വരെ ലോകത്ത് നടന്ന പ്രക്ഷോഭങ്ങളുടെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി. വയലൻറ്റ് മൂവ്മെൻറ്റുകളാണോ നോൺ വയലൻറ്റ് മൂവ്മെൻറ്റുകളാണോ കൂടുതൽ വിജയിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തുകയായിരുന്നു ഈ പഠനത്തിൻ്റെ ലക്ഷ്യം. പഠനത്തിൻ്റെ ഒരു റിസൾട്ട് എന്നോണം നോൺ വയലൻറ്റ് ക്യാമ്പയിനുകളായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. അഹിംസ അടിസ്ഥാനമാക്കി അക്രമരഹിതമായ പ്രക്ഷോഭങ്ങൾക്ക് വിജയസാധ്യത അക്രമകരമായ പ്രക്ഷോഭങ്ങളെക്കാൾ എത്രയോ കൂടുതലാണത്രേ. ഈ പഠനത്തിൻ്റെ ഭാഗമായാണ് 3.5% നിയമം, 3.5% റൂൾ വരുന്നത്. ഈ തിയറി പ്രകാരം ഒരു രാജ്യത്തെ ജനസംഖ്യയുടെ 3.5% ജനങ്ങൾ ഒരുമിച്ച് അഹിംസാത്മകമായി ആക്രമണങ്ങളൊന്നുമില്ലാതെ പ്രതിഷേധിക്കുകയാണെങ്കിൽ, ഭരണകൂടത്തിനെതിരെയാണ് ആ പ്രതിഷേധമെങ്കിൽ, ആ രാജ്യത്തെ ഭരണകൂടം തകരാനുള്ള സാധ്യത കൂടുതലാണത്രേ. നോ കിങ്സ് മൂവ്മെൻറ്റിൻ്റെ സംഘാടകർ ഈ തിയറിയെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ജനസംഖ്യയുടെ 3.5% എന്നത് ഏകദേശം 1.5 കോടി മനുഷ്യരുണ്ടാകും. ഇതുവരെ നോ കിങ്സ് പ്രക്ഷോഭങ്ങളിൽ ഇത്രയധികം ജനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇന്നത്തെ 2500 നഗരങ്ങളിലെയും പ്രക്ഷോഭങ്ങൾ കഴിയുന്നതോടെ
ഈ സംഖ്യ എത്തുക എന്നത് അപ്രാപ്യമല്ല എന്നാണ് സംഘാടകർ വിലയിരുത്തുന്നത്. ആക്രമണങ്ങളില്ലാതെ സമാധാനപരമായി ജനാധിപത്യപരമായി സ്വച്ഛാധിപത്യത്തിനെതിരെ, രാജഭരണത്തിനെതിരെ, രാജാവിനെതിരെ പ്രതികരിക്കുന്ന അമേരിക്കൻ ജനത. ഡൊണാൾഡ് ട്രംപിനും അമേരിക്കൻ ഭരണകൂടത്തിനും ഇന്നത്തെ ഈ ദിവസം, അമേരിക്കയിലെ നോ കിങ്സ് ഡേ, വലിയ തലവേദനയാണ്.